ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല സ്ഥലത്ത് ഇതിന് പല പേരാണ്. കടലമിഠായി, കപ്പലണ്ടി മിഠായി, ഞാൻ ബർഫി എന്നും പറയാറുണ്ട്. ചില ആൾക്കാർ ഇതിനെ അഭയാർത്ഥി എന്ന് പറയും. എൻ്റെ ചേച്ചി ഇതിനെ അഭയാർത്ഥി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഇതിന് വേറെ പേരുണ്ടാവും. ഒരേ സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും പേരുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഹോം മെയ്ഡായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. റോസ്റ്റഡ് പീനട്ട്, ശർക്കര, പിന്നെ കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി, കുറച്ച് ഒരു പിഞ്ച് ഉപ്പ്. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ ഇത് റോസ്റ്റഡ് പീനട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് വറുത്തുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒരു പാൻ എടുത്തിട്ട് ആ പാനിലോട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശർക്കര എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പാണ് നിങ്ങൾ പീനട്ട് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് ശർക്കര, അല്ലെങ്കിൽ 1/4 കപ്പ് ശർക്കര അത്രയും എടുക്കാവുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര മധുരം തലക്ക് പിടിച്ച് ലാസ്റ്റ് മത്ത് പിടിച്ച് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് അധികം എടുക്കണ്ട. ഓക്കെ. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ചാൽ നമ്മളിങ്ങനെ വെള്ളപ്പായസം പോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അധികം വെള്ളം ഒഴിക്കേണ്ട. പായസം പോലെ ഒന്നും ആക്കേണ്ടത്. ഇങ്ങനെ കണ്ടോ, കുറുകി വരാവുന്ന ഫോമിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഞാനൊരു പകുതി കുറുകി വന്നപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി നന്നായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ ഇതിനൊരു പരിവാക്കണം. എന്ന് വെച്ച് ഒരുപാട് സമയമൊന്നും കിടന്ന് ഇളക്കാനൊന്നുമില്ല. കുറച്ചൊരു 3-4 മിനിറ്റിനുള്ളിൽ സാധനം റെഡിയാവും കേട്ടോ. ഒരുപാടൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളം മൊത്തം വറ്റി വരുന്ന നമുക്കൊരു ഡ്രൈ ഫോമിലോട്ട് ഈ സാധനം കിട്ടണം. ഒരു ഒറ്റനൂൽ പരിവെന്ന് പറയും. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അടുത്ത വരുന്ന സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. അതിനുശേഷം കണ്ടോ, പിന്നെ ഇതിങ്ങനെ കുറുകി കുറച്ച് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്ര കുറച്ചല്ലേ ഉള്ളൂ, വലിയത് എന്ത് ചെയ്യാനാന്ന് വിചാരിക്കും. അപ്പോൾ അത് കുറുകുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം, ചപ്പാത്തി കോല് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഞാനിത് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു, ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടു. അതിനെയാണ് നമ്മുടെ ഒറ്റനൂൽ പരിവം. അതായത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിൽ നമ്മൾ കുറച്ച് ഈ ഫോം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു ഫോമിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം നമ്മുടെ കടലൊക്കെ ഇടാനുള്ള ഫോമായി മാറി നടത്തും. ഇത് നിങ്ങൾ കണ്ടു, ഇതിലോട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഇട്ടപ്പോൾ കണ്ടു, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയല്ല, ഇത് പൊട്ടുന്നില്ല. ആ സാധനം കണ്ടോ, ആ ഇട്ട വെള്ളത്തിൻ്റെ സാധനം ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ചെയ്യുന്നത്, പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പിന്നെ നന്നായി ഇളക്കി കൊടുക്കേണ്ട. ഈ നമ്മുടെ ഒറ്റനൂൽ പരിവം വെള്ളത്തിലിട്ട് നോക്കുന്ന ടൈമിൽ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ സാധനം കരിഞ്ഞു. അതിനെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. മൂന്നാമത്തെ പ്രാവശ്യം ഞാനിത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയണ്ടോ, വെള്ളത്തിലിട്ടപ്പോൾ അത് കണ്ടോളെ, ആ ഒരു വലിയ സാധനമാണ് ഞാനിപ്പോൾ മൂന്നാമത് ഇട്ടത് കണ്ടോ. അതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ പൊട്ടി പോകുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം നമ്മുടെ കടലൊക്കെ ഇടാനുള്ളൊരു ഫോമിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടിയിലുള്ള സാധനം മറന്നു പോലും. ഞാൻ പിന്നെയും പറയാം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പണ്ടാരടങ്ങിപ്പോവും, ചെയ്ത എഫേർട്ടൊന്നും ഇല്ലാണ്ടായിപ്പോവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കടലൊക്കെ ഇടുന്നതും എടുക്കുന്നതും എല്ലാം ഒരുമിച്ചായിരിക്കണം. നമ്മൾ പ്ലക്ക് ചെയ്യാൻ വേണ്ടി വല്ലതും കയ്യിൽ കരുതണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ, പെട്ടെന്ന് റഫായി പോവും. അപ്പോൾ നമ്മൾ കടലക്കയുടെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി എടുത്ത് ഞാൻ നേരെ ഓടി ആ പ്ലേറ്റിലോട്ട് കമത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ടിയായി പോയാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കയ്യിൽ ഫോയിൽ പേപ്പർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു എളുപ്പത്തിന് വേണ്ടി പ്ലേറ്റിൻ്റെ മുകളിൽ ചെയ്താണ്. ചപ്പാത്തി പലതുകൊണ്ട് നല്ല ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിനുശേഷം ചൂടാറും മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ച് ഏതെങ്കിലും ഒരു ഷേപ്പിൽ എടുക്കേണ്ടി വരും, കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ ഞാൻ അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയൊരു ഷേപ്പൊന്നും കിട്ടിയില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് വരുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് കപ്പലണ്ടി മിഠായി, കടലമിഠായി, ചിക്കി, എന്ത് വേണേലും നിങ്ങൾക്ക് ഇതിന് പറയാം. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കണം. അതിനാണ് ടാസ്ക്. ഞാനില്ലേ ഫ്ലാഷ് ഇടാൻ മറന്നു, അതുകൊണ്ടാണ് കുറച്ച് ഈരിട്ടടിച്ചിരിക്കുന്നത് ഈ വീഡിയോ മാത്രം കേട്ടോ. അപ്പോൾ പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നന്നായി നെയ്യ് തടവിയാൽ നിങ്ങൾക്ക് നന്നായി പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ശക്തിമാൻ കളി കളിക്കേണ്ടി വരും. ഞാൻ ലാസ്റ്റത്തെ പീസ് എനിക്ക് പറിക്കാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ശരത്തിനോട് പറഞ്ഞു ഒന്ന് പറിക്കുമെന്നിട്ട് എന്നെ ശരത്താണ് സഹായിച്ചത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടി പോകുന്നുണ്ടോ, നല്ല പൊട്ടി സെറ്റായിട്ട് നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്ന് പോകുന്ന അതേ സാധനമായിട്ട് തന്നെ വരും കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ആകെ 2-3 മിനിറ്റത്തെ കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.